നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ അഭിഭാഷക 10 ദിവസത്തിൽ താഴെ മാത്രമാണ് കോടതിയിൽ ഹാജരായത്. ഹാജരായ ദിവസങ്ങളിൽ തന്നെ പലപ്പോഴും കോടതിയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. വിചാരണ കോടതി ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസ് പേര് പറയാതെയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. സംഭവത്തിൽ ഹണിയം വർഗീസിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുകയാണ് അഡ്വക്കേറ്റ് ടി വി മണി. ഇതിനു മുന്നോടിയായി അഡ്വക്കേറ്റ് ജനറലിന് മിനി അപേക്ഷ നൽകി. ജഡ്ജി ഹണിയം വർഗീസിനെതിരെ ഭരണതലത്തിൽ നടപടി ആവശ്യപ്പെട്ട് നേരത്തെ അവർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ കോടതിയലക്ഷ്യ ഹർജിക്ക് അനുമതി തേടിയാണ് നടിയുടെ അഭിഭാഷകയായിരുന്ന അഡ്വക്കേറ്റ് ടി ബി മിനി അഡ്വക്കേറ്റ് ജനറലിന് അപേക്ഷ നൽകിയത്. കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കവേ തന്നെ അപമാനിക്കുന്ന തരത്തിൽ ജഡ്ജി പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ചാണ് നീക്കം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ടി ബി മിനി 10 ദിവസത്തിൽ താഴെ മാത്രമാണ് കോടതിയിൽ ഹാജരായത്. ഹാജരായ ദിവസങ്ങളിൽ തന്നെ പലപ്പോഴും കോടതിയിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ജസ്റ്റിസ് ഹണിയം വർഗീസ് ഉന്നയിച്ചത്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത്. പിന്നീട് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്നാണ് പറയാറുള്ളതെന്നും കോടതി വിമർശിച്ചിരുന്നു. അഭിഭാഷകയായ തന്നെ അപമാനിക്കുന്നതാണ് ജഡ്ജിയുടെ പരാമർശങ്ങളെന്നാണ് ടി ബി മിനി ചൂണ്ടിക്കാട്ടിയത്. ജഡ്ജിയുടെ പരാമർശം വ്യക്തിപരമായും അഭിഭാഷക എന്ന നിലയിലും തന്നെ അപമാനിതയാക്കി. ഈ പരാമർശങ്ങൾ തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും ടി ബി മിനി വ്യക്തമാക്കി. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇത് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞു. ആ സമയത്ത് താൻ മറ്റൊരു കേസിൽ ഹാജരായതിനാലാണ് കോടതിയിലെത്താതിരുന്നത്. അന്ന് ജൂനിയർ അഭിഭാഷകയെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് അയച്ചിരുന്നെന്നും ടി ബി മിനി പറയുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസിനെ നിലവിൽ ആലപ്പുഴ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായി സ്ഥലം മാറ്റിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.